ഹലോ ഗായ്സ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു പനീർ ബട്ടർ മസാല കണ്ടാലോ. അതിനുവേണ്ടി നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ ഇട്ടു. അത് നല്ലോണം ഉരുകി വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കണം. ജീരകം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് പേസ്റ്റാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ സവോളയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതിയേ. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഭയങ്കര ബ്രൗൺ കളറിലൊന്നും വഴറ്റണ്ട, ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കാഷ്യൂ ഇട്ട് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഇതിനേലും കൂടുതൽ കാഷ്യൂ ഉണ്ടെങ്കിൽ അത്രത്തോളം ടേസ്റ്റും നല്ലൊരു ടെക്സ്ചറും കിട്ടും കേട്ടോ, നല്ല ക്രീമി ടെക്സ്ചർ കിട്ടും. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ ഇട്ട് കൊടുത്തു. പിന്നെ ഈ തക്കാളിയുടെയും സവോളയുടെയൊക്കെ അളവ് എത്രത്തോളം നമുക്ക് ഗ്രേവി വേണം എന്നുള്ളതിലിരിക്കും കേട്ടോ. അങ്ങനെ എരിവിന് വേണ്ടി ഞാൻ കുറച്ച് ഒരു 2 പച്ചമുളകും ഇട്ട് കൊടുത്തായിരുന്നു. പിന്നെ അതിലേക്ക് ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ നമ്മൾ മുളക് പൊടിയും കൂടി ഇടുവേ. അപ്പോൾ അതിനനുസരിച്ച് പച്ചമുളക് എടുത്താൽ മതി കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഇതിലേക്ക് ഒരു ഇച്ചിരി മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു ഇച്ചിരി ഗരം മസാല പൊടി ഇടാം കേട്ടോ. എന്നിട്ട് നമ്മൾ അത് തണുത്തിട്ട് വേണം ശരിക്കും ഇത് മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടി. എനിക്ക് ടൈം ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ചൂടോടെ തന്നെ അടിച്ചായിരുന്നു. പിന്നെ നമ്മൾ ഇച്ചിരി ചൂടുവെള്ളം എടുത്തിട്ട് പനീർ ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം സോഫ്റ്റ് ആയിട്ട് വരുവേ. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ പാനിൽ തന്നെ കുറച്ചും കൂടി ബട്ടർ ഇട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ നേരത്തെ മിക്സ് ആക്കിയതില്ലേ, മീൻസ് ആ ടൊമാറ്റോയുടെയും സവോളയുടെയും ആ ഗ്രേവി അതിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു ടൈമിൽ നമ്മുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവേ. പിന്നെ ഞാനിപ്പോൾ ഈ ആഡ് ചെയ്യുന്നത് ഇതിലെ മെയിൻ സാധനമാണ് കേട്ടോ, കസൂരി മേത്തി. ഇത് നമ്മുടെ ഇൻസ്റ്റാമാർട്ടിലൊക്കെ കിട്ടുവേ.